മുഖത്ത് ഗ്ലോ എന്താന്ന് പോലും അറിയാതിരിക്കുന്ന സമയത്ത് പോലും മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നല്ല നാച്ചുറൽ ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനും സൺ ടാൻ ഏറ്റിട്ടുണ്ട്, കുറേ വെയിലിട്ടിട്ടുണ്ട്, അതിൻ്റെ കരിവാളിപ്പ് നല്ല രീതിയിലുണ്ട്, തണുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഡ്രൈനെസ്സും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നീക്കം ചെയ്ത് ഒറ്റ യൂസിൽ തന്നെ അതൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി സൂപ്പർ നാച്ചുറൽ ഗ്ലോ സ്കിന്നിന് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു മേക്കപ്പും ചെയ്യേണ്ട, ഒരു ക്രീംസോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടാൽ മതി, അത്രയും ഗ്ലോ തരും. ജസ്റ്റ് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അതിന് മുന്നേയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താലാണ് നമുക്ക് അതുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആരൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ യൂസ് ചെയ്താലാണ് അടിപൊളി റിസൾട്ട് കിട്ടുക, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് യൂസ് ആക്കാനും അതുപോലെ റിസൾട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് സിമ്പിളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും യൂസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഫസ്റ്റ് തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് തൈര് യൂസ് ആക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ തൈര് സ്കിപ്പ് ചെയ്തിട്ട് അലോവേര ജെല്ല് യൂസ് ആക്കിയാൽ മതി. അലോവേര ജെല്ലാകുമ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇനി സൺ ടാൻ കൂടുതലുള്ളവരാണെങ്കിൽ, ഓയിലി സ്കിന്നാണ് തൈര് പറ്റില്ല എന്നാണെങ്കിൽ തക്കാളിയുടെ നീരുണ്ടല്ലോ, തക്കാളി അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക, അല്ലെങ്കിൽ ആ പ്യൂരി അങ്ങനെ തന്നെ എടുത്താലും മതി. അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നുമാണ് തൈരൊക്കെ പറ്റുന്നവരാണെങ്കിൽ തൈര് തന്നെ യൂസ് ആക്കുക. സൂപ്പറായിട്ട് സ്കിന്നെ മോയ്സ്ചറൈസ് ആക്കാനും നറിഷ് ചെയ്യാനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് കടലമാവാണ്. കടലപ്പൊടി നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്, ഈസി ആൻഡ് അഫോർഡബിൾ ആയിട്ട് മേടിക്കാനും പറ്റും, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം അല്ലേ. സോ കടലമാവും നന്നായിട്ട് നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കും. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഒപ്പം കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം 4 ഇൻഗ്രീഡിയൻസ് ആയി. കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒപ്പം തേനും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 4 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന മാജിക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തവണയെങ്കിലും ഇതൊക്കെ നന്നായിട്ട് യൂസ് ആക്കുന്നവരാണെങ്കിൽ, ഒരു തവണയെങ്കിലും യൂസ് ആക്കിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈവൻ ഇതെല്ലാം ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ട് തൈരും മഞ്ഞളും ആയിട്ടെങ്കിലും തൈരും കടലമാവും ആയിട്ടാണെങ്കിലും യൂസ് ആക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മാറ്റം ഓൾറെഡി അറിയായിരിക്കും. ഞാനിവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഇത് ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സ്കിന്നിലുള്ള സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പ്രായമൊന്നുമില്ല, നിങ്ങൾക്കൊരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ആക്കാനായിട്ട് പറ്റും. അതിനും താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. വേണമെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ആക്കാം. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാലിലോ കയ്യിലോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, കഴുത്തിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, ഒരു 13-14 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തലേ ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷന് തൊട്ട് മുന്നത്തെ ദിവസം രാവിലെയൊക്കെ യൂസ് ആക്കാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈം മാത്രം യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു 15 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് സൺ ടാനൊക്കെ ഏറ്റിട്ടുണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 10 ദിവസം മുന്നേ, നിങ്ങളുടെ ഒരു ഫംഗ്ഷന് 10 ദിവസം മുന്നേ കണ്ടിന്യൂസ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും. എത്ര ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും, സ്കിൻ എത്ര തന്നെ ഡാമേജ് ആയിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു 10 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു
ഡൾനെസ്സും ഗ്ലോ ഇല്ലാതിരിക്കുക അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫംഗ്ഷന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഫേഷ്യലിൻ്റെ സ്റ്റെപ്സ് കുറേ ചെയ്തിട്ടുണ്ടല്ലോ, ഹൈഡ്രാ ഫേഷ്യലൊക്കെ. അതിൽ ഞാൻ പറയുന്നുണ്ട് ഓയിലി സ്കിൻകാരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. തീരെ ചെറിയ കുട്ടികളാണ്, സ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ കൂടുതൽ പേർക്ക് മുഖക്കുരു വരുന്ന ടൈമായിരിക്കും. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചും. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക, എങ്ങനെയാണ് ആ ഒരു ഫേഷ്യൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓണം സ്പെഷ്യലായിട്ട് ഗ്ലോ അപ്പ് റുട്ടീൻ വേണം എന്നാണെങ്കിൽ കംപ്ലീറ്റ് ബോഡി ഗ്ലോ അപ്പ് റുട്ടീൻ നമുക്കൊരു സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ടോ ചെയ്യാം. സൂപ്പർ അടിപൊളി റിസൾട്ട് കിട്ടും. ഒരു 10 പൈസ പോലും നിങ്ങൾ മുടക്കേണ്ടി വരില്ല. വേണം എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ, നമുക്ക് വരുന്ന വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകാനും ബ്രൈറ്റ് ആവാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. മുഖം ചെറുതായിട്ടൊന്ന് നമ്മുടെ സോപ്പ് യൂസ് ചെയ്തിട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ ഒന്ന് കഴുകുക. വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു പകൽ സമയത്ത് ചെയ്യുന്നതിനേക്കാളും എവിടെയെങ്കിലും പോകാനുള്ള സമയത്ത് ചെയ്യുന്നതിനേക്കാളും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അതായത് നമുക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമായിരിക്കും. ഒരു 15 മിനിറ്റ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് മുഖത്ത് അങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം വെള്ളം തളിച്ചു കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യുക. ഇതിൽ നമ്മൾ സ്ക്രബിങ് ആയിട്ടുള്ള കട്ടിയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ആക്കാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് വാഷ് ചെയ്യാൻ പറ്റും. ചെറിയൊരു മസാജ് കൊടുത്താൽ സ്കിന്നിന് അത് നല്ലതാണ്. ഡെഡ് സെൽസ് ഒക്കെ എക്സ്ഫോളിയേറ്റ് ആയി പൊക്കോളും, എന്നാൽ ഒട്ടും ഹാർഷ് ആവില്ല സ്കിന്ന്. സോ ഞാനിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവൽ വെച്ച് വെറുതെ ഒന്ന് ടവൽ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പ്രസ് ചെയ്ത് തുടയ്ക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾ ഏതാണോ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ആക്കുന്നത് അത് യൂസ് ചെയ്താൽ മതി. റെഗുലറായിട്ട് ഏതാണോ യൂസ് ആക്കുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്താൽ മതി. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും സിറംസോ ലോഷൻസോ ടോണേഴ്സോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ആക്കാം, വേറെ ഒരു പ്രശ്നമില്ല. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ ആദ്യത്തെ യൂസിൽ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. അത് കണ്ടിന്യൂസ് യൂസ് ആക്കിയാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ യൂസ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു മാറ്റം അറിയാൻ പറ്റും. വേറെ ഏതെങ്കിലും പാക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇതും കൂടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടായാലും യൂസ് ആക്കാം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.